എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം കാശിനാഥിൻ്റെ ബസ് നമ്മൾ പലപ്പോഴും പുതിയ വാഹനങ്ങൾ അവരെടുക്കുമ്പോൾ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ വാഹനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് SMLൻ്റെ ബസ്സാണ് വരുന്നത്. SMLൻ്റെ ഹീറോ എന്ന് പറയുന്ന ഷാസിയിൽ വരുന്ന ഒരു ബസ്സാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ ബസ്സാണ്. നമ്മുടെ അറിവിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴൊക്കെ മനസ്സിലായത് കേരളത്തിൽ രണ്ട് വാഹനങ്ങൾ കണ്ണൂർ സൈഡിലോ കാലിക്കറ്റ് സൈഡിലോ ഇവിടെ ഡെലിവർ ആയിട്ടുണ്ട്. അപ്പം അതുകൂടാതെ നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം സൈഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഒരേ ഒരു ബസ് മാത്രമേ ഈ ഒരു ഹീറോയുടെ ഷാസിയിൽ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, എന്തൊക്കെ വിശേഷങ്ങൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം SML എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വരാജ് മസ്താൻ ലിമിറ്റഡ് എന്നുള്ള ഒരു പേരിൽ നിങ്ങൾ സ്വരാജ് മസ്താൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വരാജ് എന്ന് പറയുന്ന ഒരു പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പം SMLൻ്റെ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പാണ് SML എന്ന് പറയുന്നൊരു കമ്പനി രൂപപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഈ പറയുന്ന പോലെ മൈലേജ് ഉള്ള വാഹനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയുള്ള, അതായത് ലൈറ്റ് മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ, അതായത് ഈ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ആ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടുകയും ചെയ്തൊരു കമ്പനിയാണ് SML എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു SML എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ മൈലേജ് ഉള്ള വാഹനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ SMLൻ്റെ വാഹനങ്ങളുടെ പ്രത്യേകത, ഈവൻ ബസ്സസ് ആണെങ്കിലും നമ്മൾ ഇവരുടെ ഡ്രൈവേഴ്സിനോടൊക്കെ സംസാരിക്കാൻ മനസ്സിലാകുന്നത് ഇത് ഇവരുടെ രണ്ടാമത്തെ ബസ്സാണ്. അപ്പോൾ മൈലേജ് ഫിഗേഴ്സ് നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് ഈ വാഹനം എടുത്തതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന പോലെ റൂട്ട് ബസ്സായിട്ട് ഓടാൻ പോകുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ടാണ് പച്ച കളർ കോഡിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളർ കോഡുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല ഈ പഞ്ചായത്തുകളെ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സിറ്റികളെ കണക്ട് ചെയ്യുന്നതും ലിമിറ്റഡ് സ്റ്റോപ്പിനൊക്കെ വേറെ കളർ കോഡുകളാണ്. അപ്പം അറിയാവുന്നവരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ മുമ്പിലത്തെ വീഡിയോസിൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 10.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബസ്സാണ്. 10,590 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം നോർമലി നമ്മൾ 10 മീറ്റർ എന്നൊക്കെ വരുന്നത്, പക്ഷേ കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ആയിട്ട് വരുന്ന ഒരു ഷാസിയിൽ വരുന്ന ഒരു ബസ്സാണ്. പിന്നെ കാശിനാഥിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് നമുക്ക് പറയാം. ഒരുപാട് ബസ്സുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നവർ മെഡിക്കൽ കോളേജ്, ഗണപതി എന്നൊക്കെ ഉള്ള ബസ് കാണും. അതൊക്കെ ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫ്ലീറ്റ് ഓഫ് ബസ്സസിലാണ്. അതായത് ഈ കാശിനാഥൻ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജ്, ഗണപതി ഈ പേരിലുള്ള ബസ്സുകളെല്ലാം ഈ ഒരൊറ്റ കമ്പനിയുടെയാണ്. അപ്പോൾ അവരുടെയാണ് ഏറ്റവും പുതിയ ബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. പ്രൈവറ്റ് ബസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഓണേഴ്സും ബസ്സിനെ സൂക്ഷിക്കുന്ന രീതി ഭയങ്കര രസകരമാണ്. പ്രത്യേകിച്ച് സ്റ്റിക്കർ വർക്കുകൾ കൊണ്ടും ഈ പറയുന്ന അലങ്കാര പണികൾ കൊണ്ടൊക്കെ ഏറ്റവും ഈ ഒരു അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അമ്പലം പോലെ അല്ലെങ്കിൽ അവരുടെ ദേവാലയം പോലെയാണ് അവരുടെ പണി വസ്തുവിനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ബസ്സിനെ അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബിലീഫിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ബസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ അച്ചിമാമനാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം ഭയങ്കര ഒരു ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിനകത്തുള്ള സ്റ്റിക്കർ വർക്കിനകത്തെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാശിനാഥിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ശർക്കരേശ്വരി അതുപോലെ തന്നെ വായുപുത്രൻ ഹനുമാൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ വൈപ്പേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ SMLൻ്റെ ലോഗോ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ബസ്സിനകത്ത് ശ്രീരാമജയം നേടിയിട്ടുണ്ട്. 2 കണ്ണുകളുടെ പടവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പരുന്തും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P8000 BMR 2 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറിങ് വർക്കുകളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാലജൻ യൂണിറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു LED ഒരു DRL പൊസിഷൻ ലാംപ്സ് പോലൊരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അഡീഷണലി ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് ആണ്. കോട്ടയത്തുള്ളവരാണ്. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കൊണ്ടോടി വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പുതിയ വാഹനങ്ങളൊക്കെ അവിടുന്ന് ഡെലിവറായി പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കൊണ്ടോടിയുടെ മനോഹരമായിട്ടുള്ള ബോഡിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിൻ്റെ ബോഡിയുടെ കോഡ് എന്ന് പറയുന്നത് XLS NDX എന്ന് പറയുന്നൊരു ബോഡിയാണ് വാഹനത്തിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണാം. ഈ നമ്പർ പ്ലേറ്റിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ നമ്പറുണ്ട് KL01 DC 0799 ആണ്. അപ്പം ഈ 799 എന്ന് പറയുന്നത് ഈ വാഹനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. ഈ വാഹനത്തിൻ്റെ ഇവരുടെ എല്ലാ വാഹനങ്ങൾക്കകത്തും 799 എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറിങ് ഉണ്ടാവും. അത് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കാണിക്കും. അപ്പം ഇതുവരെ എന്തിനാണ് ആ 799 എഴുതിയിരിക്കുന്നത് എന്നുള്ള ഈ കാര്യം ഇതുവരെ അതിൻ്റെ ഓണർ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു നിഗൂഢമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ, അതായത് ഈ വാഹനം അച്ഛമാവൻ എപ്പോഴും വണ്ടി എടുത്താലും 799 കിട്ടുമെന്ന് നോക്കും. കിട്ടിയില്ലെങ്കിൽ മാത്രമേ വേറെ നമ്പറുകളിലേക്ക് പോകാറുള്ളൂ. ഇപ്പോൾ ഇവരുടെ മറ്റുള്ള വാഹനങ്ങൾക്കകത്ത് 799 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ ഈ ന്യൂമറിക്കലായിട്ടുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ 2 മനോഹരമായിട്ട് കൊമ്പുകൾ വാഹനത്തിനകത്ത്
അതിനകത്ത് ഉണ്ട്, മിറേഴ്സ് വരുന്ന കൊമ്പുകളുണ്ട്, അതിനകത്ത് 2 സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി സൈഡിലേക്ക് ഒന്ന് പോകാം. സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ലെങ്ത് സാധാരണ ബസ്സിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട്. നേരത്തെ പറഞ്ഞ 10 മീറ്ററാണ്. ടോട്ടലി നല്ല ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 37+ ആണ്, 37 സീറ്റർ പ്ലസ് ഡ്രൈവറായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫുള്ള് ഗ്ലാസ് ബോഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ഏരിയ ഒക്കെ ഒരുപാട് നമുക്ക് കൂടുതലായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബാറ്ററി ബോക്സ് കാണാം. പിന്നെ ടയേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് JK ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 17.5 ഇഞ്ച് പ്രൊഫൈലാണ് ടയേഴ്സിലേക്ക് വരുന്നത്. ഇതൊരു എയർ ബ്രേക്കാണ് ഈ വാഹനങ്ങൾക്കകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാരാബോളിക്കായിട്ട് വരുന്ന സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടാതെ നമുക്ക് ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഈ സസ്പെൻഷൻസ് വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ യാത്രാ സുഖത്തിനൊന്നും കുറവുണ്ടാകത്തില്ല. കാരണം ഇതുപോലത്തെ ചെറിയ ബസ്സുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്റ്റാഫിനും അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ചെറിയ ടയേഴ്സൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ കാണാനായിട്ട് വരും, ഫുഡ് സ്റ്റെപ്പ് കാണാൻ പറ്റും. 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. നമുക്ക് വലിയ പൊക്കം, വലിയ പ്രശ്നമില്ല. നമുക്ക് 2 നടയൊക്കെ കയറി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു അകത്തേക്ക് കയറാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ എയർ ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ഡോസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ റൂട്ട് കിഴക്കേക്കോട്ട, പാളയം, ജനറൽ ഹോസ്പിറ്റൽ, പാറ്റൂർ, കണ്ണമൂല, കുമാരപുരം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പിള്ളേനാർക്കോട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ ഒരു വാഹനം പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ വാഹനത്തിനകത്ത് 799 എന്നുള്ളതായ സ്റ്റിക്കർ നിങ്ങൾ ഇവരുടെ ഏത് വാഹനം എടുത്തെന്ന് പറഞ്ഞാലും ആ വാഹനത്തിനകത്ത് 799 ഉണ്ടാവും. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ എല്ലാ വീഡിയോസിനകത്തും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മളും ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല ഇതെന്താ സംഭവം എന്നുള്ളവർ പറഞ്ഞു തരുന്നില്ല. ഓക്കെ, ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വാഹനത്തിൻ്റെ എയർ ഓപ്പറേറ്ററുള്ള ബാക്ക് ഡോസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഓവറാങ്കുള്ളൊരു വണ്ടിയാണ്. ഇതൊക്കെ പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ വാഹനത്തിനകത്ത് മിക്ക വാഹനങ്ങളുടെ ബാക്കിനകത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ശ്രീരാമൻ്റെ, ഹനുമാൻ്റെ ഒരു പടം, ഫോട്ടോ അവർ ഒട്ടിച്ചിട്ടുണ്ട്, ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കൊണ്ടോടി ഓട്ടോഗ്രാഫിൻ്റെ ഒരു സ്റ്റിക്കർ ആ വശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SML അതുപോലെ കാശിനാഥൻ എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് റൂട്ട് ഡെസ്റ്റിനേഷൻ ബോർഡാണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാതെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് ആവേശത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ, അതൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു കോമ്പസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബാക്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ 799 ഒരു സംഭവമായിട്ട് അവരോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നല്ല, അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്നും ഒരു കൗതുകമാണ്. നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ അന്ന് മുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സംഭവം എന്നുള്ളത്. ഇനി 2 വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈൽ ലാമ്പുകൾ കാണാം. LED ആയിട്ട് വരുന്ന ടൈൽ ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽവർ ആയിട്ടുള്ള ഒരു പാറ്റേണിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും താഴെ വരുമ്പോൾ വാഹനത്തിൻ്റെ ആ ഒരു നമ്പർ പ്ലേറ്റ് കാണാം. അവിടെയും 799 നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളുള്ളൂ. അതായത് ഈ വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട്സ് ഉണ്ട്, അതായത് നമ്മുടെ ഈ റൂട്ട് ബസ്സായിട്ട് ഓടുന്നതുകൊണ്ട് തന്നെ എമർജൻസി മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള എമർജൻസി ഡോറുകളും കാര്യങ്ങളൊക്കെ അവിടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് അകത്ത് ക്യാമറ, അതുപോലെ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് അകത്ത് പോകുന്ന കാണുന്ന സമയത്ത് കാണിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ ബോഡി കോഡിൽ ഭയങ്കര നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഡീസലിൻ്റെ ടാങ്കും ഇവിടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും നമുക്ക് കാണാം. ഡീസലിൻ്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ 180 ലിറ്ററാണ്. ആഡ് ബ്ലൂ 20 ലിറ്റേഴ്സാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഡോർ ഇവിടെയാണ് വരുന്നത്. നമുക്കിവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം. കേട്ടോ, ഈ ബസ്സിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം നമ്മുടെ ഈ ലോറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഭംഗിയുള്ള ഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ എല്ലാ വണ്ടികളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് വേണ്ട ഇവിടെയും നമുക്ക് ഡ്രൈവർ ക്യാബിനിലേക്ക് കയറാനായിട്ട് വലിയ ഹൈറ്റിന് ഇഷ്യൂസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് കയറാൻ കണ്ട ഒരു പടി നമ്മൾ ചവിട്ടി നമുക്ക് ഇതാ ഇവിടെ പിടിച്ച് നമുക്ക് ഇവിടെ കയറാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി അകത്തു നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ കോക്പിറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് മുതൽ പറഞ്ഞു തുടങ്ങാം. സ്റ്റിയറിംഗ് ഒക്കെ ഒരു നോർമലായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ. കുറച്ചുകൂടെ ലൈക്ക് ബസ്സൊക്കെ ആയതുകൊണ്ടായിരിക്കും, വലിയ ഭംഗി വേണ്ട എന്നുള്ളൊരു എലിമെൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും നോർമലി ഒരു സ്റ്റിയറിംഗ് ആണ്. പക്ഷേ സ്റ്റിയറിംഗ് നമുക്ക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ സ്റ്റിയറിംഗ് നമുക്കൊന്ന് ടിൽറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ RPM കാര്യങ്ങളൊക്കെ ഈ വശത്ത് കാണിക്കും. ഇവിടെ സ്പീഡോമീറ്റർ ആണ് വരുന്നത്. 140 വരെയൊക്കെ ഡയലിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വാഹനം 80 കിലോമീറ്റർ കൂടുതൽ നമുക്ക് ഓടിക്കാണ്ട് നമുക്കുള്ള നിയമവ്യവസ്ഥകളില്ല. അതുപോലെ വാഹനത്തിന് ടെമ്പറേച്ചർ, അതുപോലെ ഫ്യൂവൽ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. 180 ലിറ്റേഴ്സാണ് ഫ്യൂവലിന് ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിൻ്റെ ഡീസലാണ് കംപ്ലീറ്റ് ഫ്യൂവലായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ വശത്തേക്ക് വരികയാണെങ്കിൽ എയർ ബ്രേക്കിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഈ വശത്തുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ആ വശത്ത് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിനുള്ള അഡീഷണലി ഉള്ള ഒരു സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
പിന്നെ ഈ വാഹനത്തിൻ്റെ ഈ വശത്തായിട്ട് നമുക്ക് ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 ക്യാമറ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറിന് വീട്ടിൽ നിന്ന് മോണിറ്റർ ചെയ്യും. അതുകൂടാതെ എന്തെങ്കിലും ലൈക്ക് എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ ബസ്സുകൾക്കകത്തൊക്കെ സേഫ്റ്റിയുടെ മാനദണ്ഡമായിട്ട് ഫുള്ളി റെക്കോർഡഡ് ആയിരിക്കണം. ഇനി നമുക്ക് വാഹനത്തിനകത്ത് പെട്ടെന്ന് എടുത്ത് പറയേണ്ടതാണ്, ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇത് നിർബന്ധമാണ്. പുതിയ ബസ് കോഡ് ബോഡി അനുസരിച്ച് ശരിക്കും നിർബന്ധമാണ്. ഇതൊന്നും നമ്മൾ ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ വാഹനത്തിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മൈൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ചെറിയൊരു ആംപ്ലിഫയറും പിന്നെ വാഹനത്തിനകത്ത് നല്ല പാട്ടൊക്കെ കേട്ട് പോകാനുള്ള ഒരു സ്റ്റീരിയം ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റിമോട്ട്സ് ഒക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോർസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ആ വശത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു എമർജൻസി ലൈറ്റ് റെഡ് കളറിൽ ടോപ്പ് ഇരിക്കുന്നതാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ തന്നെ ഒരു CCTV ക്യാമറയുണ്ട്. പിന്നെ അങ്ങേ വശത്ത് ഒരു റൂട്ടറാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ക്യാമറയുടെ ഒക്കെ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ പാസഞ്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കാം, ഉപയോഗിക്കാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 മിറേഴ്സ് വാഹനത്തിനകത്ത് കാണാം. അതുപോലെ കതിർ വില്ലഴകൻ എന്ന് പറയുന്ന ഒരു നെയിം ബോർഡ്, നമ്മൾ ആനയുടെയൊക്കെ നമ്മുടെ കഴുത്തിലിടുന്ന പോലെയുള്ള ഒരു ബോർഡ്, ഇങ്ങനത്തെ ബോർഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനകത്തും 799 എന്ന് പറയുന്ന ഒരു സംഭവം അവരോട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ഐഡൽ അവിടെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ആ ഒരു വലിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു വാഹനം കൊണ്ടോടിയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഹീറോയി എന്ന് പറയുന്ന ചേസിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബോണറ്റിൽ കുറച്ചുകൂടെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ എഞ്ചിൻ കുറച്ചും കൂടെയൊക്കെ താഴോട്ട് പ്ലേസ്ഡ് ആയതുകൊണ്ട് വലിയ പൊങ്ങിയ ബോണറ്റില്ല, നോർമലി കുറച്ചുകൂടെ ഒരു താഴ്ന്ന ബോണറ്റാണ് വരുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിനൊക്കെ ഇതിനകത്താണ് ഇരിക്കുന്നത്. ഡീസലായിട്ട് വരുന്ന എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന SLTH T6 എന്ന് പറയുന്ന B6 കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനാണ്. CRD ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള ഇൻ്റർകൂളർ വരുന്ന 4 സിലിണ്ടർ വരുന്ന ഒരു എഞ്ചിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പവർ റേറ്റിംഗ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 113 PS ആണ് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനുള്ളത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 400 Nm ടോർക്കും വാഹനം ഡെലിവർ ചെയ്യുന്നുള്ളതാണ്. ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവേഴ്സിനോട് തന്നെ നമുക്ക് ലാസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ കണ്ടുവരുന്നത്. ഇതിനകത്ത് നമുക്ക് സിംഗിൾ പ്ലേറ്റ് ഡ്രൈ ക്ലച്ചാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ പാസഞ്ചറിൻ്റെ ഏരിയ നമുക്ക് കാണാം. നമുക്ക് 37 സീറ്റ്സ് പ്ലസ് 1 ഡ്രൈവർ സീറ്റ്സാണ് വാഹനത്തിനകത്തുള്ളത്. അപ്പോൾ സീറ്റിങ്ങിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെയാണ് നോർമലായിട്ട് വരുന്ന സീറ്റുകളാണ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇവർ എല്ലാ ബസ്സുകൾക്കകത്തും ഒരു ആനയുടെ ചിത്രം ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആന ഏതാണ് നിങ്ങളൊന്ന് പറയണം, കമൻറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല സീരിയസ്ലി. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തരണം. കാരണം ആനയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ലൈക്ക് ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്ന ആനയാണ് തിരിച്ചറിയാനായിട്ടുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആനയ്ക്ക് എത്ര ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള കമൻറ്റ്സ് നിങ്ങൾ താഴെ ഒന്ന് എഴുതിയേക്കണം. അപ്പോൾ വാഹനത്തിൻ്റെ സീറ്റ്സിൽ നമ്മൾ ഇരുന്ന് നോക്കുകയാണ്. സീറ്റ്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിൻ ആയിട്ട് വരുന്ന സീറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഒരാൾ ഒന്ന് ഇറങ്ങണമെങ്കിൽ, അപ്പോൾ തിരിക്കുന്ന ആൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇറങ്ങി പോകാൻ പാകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ്സൊക്കെ എല്ലാ വാഹനങ്ങളിനകത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. നോർമലായിട്ടുള്ള റെസിൻ സീറ്റ്സ് കോസ്റ്റ് കുറഞ്ഞ, കാരണം ഡെയിലി കമ്മ്യൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ഓടുന്ന ആയതുകൊണ്ട് തന്നെ റെസിൻസൊക്കെ കുറേ കഴിയും ചീത്തയാകുമ്പോൾ മാറാൻ പറ്റുമ്പം ലോ കോസ്റ്റിന് മാറാൻ പറ്റുന്ന രീതികളിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആൾക്കാർ പിന്നെ ഇതിനകത്ത് ഇരിക്കുക എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇത്തരം ബസ്സുകൾ ഒരു 25 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുക. മീൻസ് അവരുടെ ഏറ്റവും അങ്ങേറ്റത്തെ ഗ്രാമത്തിൽ പോയിട്ട് നമ്മുടെ സിറ്റിയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ആൾക്കാർ കുറച്ച് സമയം മാത്രമേ വാഹനത്തിനകത്ത് ട്രാവൽ ചെയ്യുന്നുള്ളൂ. മൊത്തം ഒരു റൂട്ടിൻ്റെ ഒരു സൈഡിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും അങ്ങേറ്റം വരുന്നത്. അപ്പം അത്രയ്ക്കുള്ള ചെറിയ ചെറിയ യാത്രകളേ ഉള്ളൂ. അപ്പം ആൾക്കാരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള ചെറിയ സെറ്റപ്സിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില റിസർവേഷൻസ് നമുക്കറിയാം ബസ്സിനകത്ത് മുമ്പിൽ സ്ത്രീകളുടെ സീറ്റുകളാണ്. ഈ വശത്ത് ഒരു സ്ത്രീയുടെ സീറ്റ് അല്ലെ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗർഭിണികൾക്കാണ്. അതുപോലെ ഈ വശത്തും സ്ത്രീകളാണ്. ബാക്കിലേക്ക് വരുമ്പോൾ മുതിർന്ന പൗരന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻസ് ഒക്കെ ബസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു ലാച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് എയർ കയറാനോ അല്ലെങ്കിൽ ബസ്സിൻ്റെ മുകളിലൊക്കെ കയറാനായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഇവിടെ നമുക്ക് അതിനെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഈ റെയിലിങ്സ് ഉണ്ട്. അതിനകത്തൊക്കെ നമുക്ക് ഇവിടെയുള്ള ഇതുപോലെ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പാട്ട് കേൾക്കാനുള്ള തന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തെല്ലാം. തന്നെ ഈ സൈഡിലൊക്കെ എമർജൻസി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മാൻഡേറ്ററി ആണ്. വാഹനത്തിനകത്ത് എന്തെങ്കിലും പാനിക് സ്വിച്ചുകളാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം പല ഭാഗത്തായിട്ട് വാഹനങ്ങളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് എമർജൻസി ഡോറിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇത് എന്തെങ്കിലും ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഡോറ് നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സംവിധാനമാണ് വരുന്നത്. ബാക്കിൽ വരുമ്പോൾ ഒരു ബെഞ്ച് സീറ്റാണ് വരുന്നത്.
ഇവിടെ 3 പേർക്കും അവിടെ 2 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു ലേഔട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ 2x2 ആണ് കേട്ടോ. 2 പേർക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ആയിട്ട് വരുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മളിത് പണ്ട് മുതൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ കാണുക, റിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോംസ് നമുക്ക് കാണാം. പിന്നെ താഴോട്ടൊക്കെ വരുവാണെങ്കിൽ ആ ഡോർ സ്റ്റെപ്പിൻ്റെ ആ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ അവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സേഫ്റ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വാഹനം പുറത്തേക്കെല്ലാം നിരത്തിൽ ഓടാനായിട്ട് ഗവൺമെൻറ് അനുവദിക്കുന്നത്. ഈ വശത്തേക്ക് വരുവാണെങ്കിൽ പുറകോട്ട് ഒരു CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. അപ്പോൾ ബസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റേഡ് ആണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള രവീഷ് അണ്ണനോട് ചോദിക്കാം, SML എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സാരഥിയായിട്ടുള്ള രവീഷ് അണ്ണനാണ്. അണ്ണാ നമസ്കാരം. ഓക്കെ, എനിക്കൊരു ബ്രദർ പോലെയാണ് കേട്ടോ, ബ്രദർ ലൈക്കാണ്. നമ്മുടെ ഈ ഇവരെപ്പോൾ വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കും, റോബിൻ ബ്രോ അടുത്ത ദിവസം വണ്ടി വരുന്നുണ്ട്, വന്ന് നമുക്ക് വീഡിയോ നിങ്ങൾക്ക് തന്നെ ആദ്യം തരാമെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നാളെ റൂട്ടിലേക്ക് ഓടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റൂട്ട്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, രവീഷണ്ണ ഈ SMLന്റെ രണ്ടാമത്തെ വണ്ടിയല്ലേ നിങ്ങളുടെ? അതെ, ആദ്യം എടുത്ത S7 സീരീസ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ SL എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൊള്ളാമോ? അതോ വണ്ടിയൊക്കെ നല്ല വണ്ടി തന്നെയാണ്. 1 വർഷം 4 മാസമായി മറ്റു വണ്ടി ഓടിക്കാൻ. പക്ഷെ അതിന് സ്പേസ് കുറവെന്നുള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വണ്ടി സർവീസും മൈലേജും എല്ലാം മൈലേജ് നല്ലതാണോ? നല്ല മൈലേജ്. ശരിക്കും ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മൈലേജ് ആണല്ലോ ബസ് ഓടിക്കുമ്പോൾ. ഇതിനെങ്ങനെ മൈലേജ് ഒക്കെ? ഞങ്ങൾക്ക് ഇപ്പോൾ ലൈലൻഡ് ആയിരുന്ന സമയത്ത് ഒരു 6 രൂപ 6,000 രൂപ ഡീസലാകുന്ന സമയത്ത് ഇതിപ്പോൾ 4,100-നകത്തൊക്കെ അത്ര വ്യത്യാസം. അതായത് ലൈലൻഡിൽ ഒരു 6,000 രൂപ എടുത്ത് ഡീസൽ ആകുമ്പോൾ ഇവിടെ 4,200 4,200 ഡെയിലി ബേസിസിൽ ഓടുന്ന വണ്ടി ആകുമ്പോഴത്തേന് അല്ലേ ഭയങ്കര വ്യത്യാസമാണ്. 30,000 രൂപ വ്യത്യാസം വരും അല്ലേ? അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി. അത്യാവശ്യം മൈലേജ് ഉണ്ട്. മെയിൻ്റനൻസ് വളരെ കുറവാണ്. SMLന്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ് ആണല്ലേ? പിന്നെ അവിടെ സർവീസ് അത് കറക്റ്റ്. നമ്മൾ സർവീസ് ബസ് ആയത് കാരണം നമ്മളെ ട്രിപ്പ് മുടങ്ങാത്ത രീതിയിലുള്ള സർവീസ് കൃത്യമായിട്ട് ചെയ്തു. ഇവിടെ അടുത്ത ഡീലേഴ്സ് ഒക്കെ ഇവിടെ മണ്ണന്തല ഡീലേഴ്സ് ഉണ്ടല്ലേ? നിർമ്മല മോട്ടേഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ചേസ് ഇറക്കിയത്. ഷാസി അവിടെ നിന്നാണ് അല്ലേ? ഹീറോയി ഷാസി. സാർ ഇത് ശരിക്കും സ്കൂൾ ബസ്സും മറ്റേ സ്റ്റാഫ് ബസ്സും ഒക്കെ അല്ലേ ഉള്ളൂ? എനിക്ക് വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ. അല്ല, അവർക്ക് കമ്പനി ബോഡിയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ സൈഡിലൊക്കെ ആദ്യമായിട്ട് കൊണ്ടോടിയുടെ ബോഡി കെട്ടിയെടുത്ത ഈ വണ്ടിയായിരിക്കും. ആദ്യമായിട്ടാണ് കൊണ്ടോടിയിൽ അവരാദ്യമായിട്ടാണ് SMLന്റെ ബോഡി കെട്ടുന്നത്. ആണല്ലേ? കണ്ണൂർ സൈഡിൽ ഇറങ്ങിയിട്ട് ആ സാറ്റ് എന്താണ് കെട്ടിയത്. സാറ്റിന്റെ ബോഡിയാണ് സാറ്റിന്റെ. ഇത് കൊണ്ടോടിയിൽ ആദ്യത്തെ ബോഡിയാണ് അവർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും രവീഷണ്ണനെ നിങ്ങൾ ട്രിപ്പിലൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, നമ്മുടെ വീഡിയോ കൂടെ ഒരു ഹായ് ഒക്കെ പറഞ്ഞേക്കണം കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും പയ്യന്മാരാണ് വന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഭയങ്കര റീച്ച് ആയി പോയായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാണുന്നത്. അപ്പം എന്ത് ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്ത് സഹായമാണെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും എന്താ വണ്ടി നിർത്തി തരുവാണ്ട് അടുത്തൊക്കെ നിർത്തി തന്നോളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് പോട്ടെ. പുതിയ വണ്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ വിളിക്കണം. തീർച്ചയായിട്ടും. ശരി എന്നാ. ഓക്കെ എന്നാ.